നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശ്രീകൃഷ്ണൻ കുതിരകളെ അഴിച്ചുകൊണ്ടുപോയി അവർക്ക് ഭക്ഷണവും വിശ്രമവും ഭക്ഷണം വെച്ച് വെള്ളവും വിശ്രമവും ആവശ്യമാണെന്ന് കണ്ടു. അന്നേരം അവിടെ തന്നെ ഒരു സരോവരം ഉണ്ടാക്കി അർജുനൻ അതിനകത്ത് കൊണ്ടുപോയി അതുങ്ങളെ വെള്ളവും കൊടുത്ത് അതുങ്ങളെ വിശ്രമിപ്പിച്ചതിന് ശേഷം തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ ഇത് കൗരവരിൽ വലിയ ആശ്ചര്യമാണ് ഉണ്ടാക്കിയത്. കാരണം ഇങ്ങനെ ഒരു സംഭവം മറ്റാരെ കൊണ്ടും കഴിയില്ല, കൃഷ്ണനെ അർജുനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ അവസരത്തില് ദ്രോണർ നൽകിയ ദിവ്യ കവചം ധരിച്ച ദുര്യോധനൻ അർജുനനോട് ഏറ്റുമുട്ടാനെത്തി. ദുര്യോധനൻ പറഞ്ഞു, അർജുന, നീ വലിയ പൗരുഷശാലിയല്ലേ, വില്ലാളി വീരനുമല്ലേ, നിന്റെ പ്രാമാണ്യം ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. അർജുനൻ ഗാന്ധീവം ചലിപ്പിച്ചാണ് അതിന് മറുപടി പറഞ്ഞത്. തമ്മിൽ വലിയ യുദ്ധം നടന്നു. എന്നാൽ അർജുനൻ എയ്ത അമ്പുകൾ ദുര്യോധനന്റെ ശരീരത്തിൽ ഏറ്റില്ല. അതെല്ലാം കവചത്തിൽ തട്ടി തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. അർജുന, എന്തു പറ്റി? ഗാന്ധീവത്തിന്റെ ശക്തി പോയോ, അതോ നിന്റെ കൈകളുടെ ശക്തി ക്ഷയിച്ചോ? ഒരമ്പു പോലും ദുര്യോധനന്റെ മേൽ കൊള്ളുന്നില്ലല്ലോ, എല്ലാം പുഷ്പങ്ങൾ പോലെ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്നു എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അപ്പൊ അർജുനൻ അതേപറ്റിയാണ് ചിന്തിച്ചത്. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഇതിന്റെ കാരണം എനിക്ക് പിടികിട്ടി. ദുര്യോധനൻ ധരിച്ചിരിക്കുന്നത് ദ്രോണർ നൽകിയ ദിവ്യ കവചമാണ്. ഈ ദിവ്യ കവചത്തിന്റെ രഹസ്യങ്ങൾ എനിക്കറിയാം. അദ്ദേഹം എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും അറിയാതെ ഒരു കാള ഭാരം ചുമക്കുന്നത് പോലെ ഇതവൻ ധരിച്ചിരിക്കുന്നു. കാരണം ഇതിനെപ്പറ്റി ഒന്നും അവൻ അറിയില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഒന്നും അറിയാത്ത ഒരു കാള ഭാരം ചുമക്കുന്നത് പോലെ ദുര്യോധനൻ ഈ കവചം അണിഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതാ നോക്കിക്കോളൂ, ഈ കവചവും കൊണ്ട് ദുര്യോധനൻ ഓടുന്നത്. അർജുനൻ ഉടൻ തന്നെ ദുര്യോധനന്റെ തേരിലെയും കുതിരകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അർജുനൻ കുതിരകളെ കൊന്നു, സൂതനെ കൊന്നു, തേർ ഛിന്ന ഭിന്നമാക്കി. ദുര്യോധനന്റെ അമ്പും വില്ലും കൈകളിൽ നിന്ന് തെറിപ്പിച്ചു. രഥമില്ലാത്തവനായി ആയുധമില്ലാത്തവനായി നിൽക്കുന്ന ദുര്യോധനന്റെ ശരീരത്തിൽ കവചം കൊണ്ട് മറയ്ക്കാത്ത ഭാഗങ്ങൾ നോക്കി അർജുനൻ അമ്പുകൾ എയ്തു. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായി, രക്തം ഒഴുകാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞ ദുര്യോധനൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സമയത്തൊക്കെ ദ്രോണർ കാത്തു സൂക്ഷിച്ചിരുന്ന കൗരവപടയുടെ മുൻഭാഗം ഘോരമായ യുദ്ധം നടക്കുക. കേകയ രാജാവായ ബൃഹൽക്ഷത്രൻ ഉജ്ജ്വലമായ പോരാട്ടത്തിൽ ക്ഷേമദൂർത്തിനെ വധിച്ചു. ചേതി രാജാവായ ശിശുപാലന്റെ പുത്രനായ ദൃഷ്ടകേതു ദ്രോണരോട് ഏറ്റുമുട്ടി. ത്രികർത്ത രാജാവായ വീരധന്മാർ ദ്രോണരുടെ സഹായത്തിനെത്തി. ത്രികർത്തനും ചേതി രാജാവും തമ്മിൽ ഭയങ്കരമായി പൊരുതി. അവസാനം ദൃഷ്ടകേതുവിന്റെ ശക്തിയായുധമേറ്റ് വീരധന്യാവ് വീരസ്വർഗം പൂകി. അതായത് ത്രികർത്ത രാജാവായ വീരധന്വാവ് മരിച്ചു. വീരധന്വാവ് വീണപ്പോൾ കൗരവ സൈന്യം ഒന്നുലഞ്ഞു. സൈന്യങ്ങൾ ചിന്നിച്ചെതറി ഓടുകയും ചെയ്തു. ഇത് കണ്ട ദുർമുഖൻ സൈന്യങ്ങളെ അടക്കി നിർത്തി മുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. സഹദേവനാണ് പ്രധാനമായും ദുർമുഖനെ എതിർത്തത്. മാദ്രിപുത്രൻ ദുർമുഖന്റെ വില്ലു മുറിക്കുകയും സൂതനെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു. അവസാനം സഹദേവന്റെ അമ്പുകൾ ഏൽക്കാൻ അശക്തനായ ദുർമുഖൻ വിഷണ്ണനായി നിൽക്കുമ്പോൾ ത്രികർത്ത രാജാവിന്റെ പുത്രനായ നിരാമിത്രൻ തേരുമായി വന്ന് ദുർമുഖനെ രക്ഷിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചു. സഹദേവൻ നിരമിത്രനെ വിട്ടിട്ടില്ല, അവനെ കൊന്നു വീഴ്ത്തി. ആ സമയം വികർണൻ അവിടെ എത്തി. ക്ഷണനേരം കൊണ്ട് സഹദേവൻ വികർണനെ ഓടിച്ചു വിട്ടു. അതിനുശേഷം പിന്നീട് നടന്ന യുദ്ധത്തിൽ അലംബുഷൻ എന്ന രാക്ഷസൻ ധാരാളം സൈന്യങ്ങളോടുകൂടി പാണ്ഡവരെ എതിർക്കാൻ വന്നു. ഭീമസേനനാണ് രാക്ഷസനോട് ഏറ്റുമുട്ടിയത്. കടുത്ത പകയോടുകൂടി ആ രാക്ഷസൻ ഭീമനോട് എതിർത്തു. എന്നാൽ ഭീമൻ അലംബുഷന് താങ്ങാൻ കഴിയാത്തവണ്ണം ശക്തനും അഭ്യാസിയുമായിരുന്നു. ഭീമന്റെ ബാണങ്ങൾ തറച്ച് അലംബുഷൻ വിഷമിച്ചപ്പോൾ അവൻ മായാജാലത്താൽ അപ്രത്യക്ഷനായി. രാക്ഷസനെ കാണാതായപ്പോൾ ഭീമൻ ആകാശം മുഴുവൻ അസ്ത്രങ്ങൾ കൊണ്ട് നിറച്ചു.
അപ്പോൾ അലംബുഷൻ തേരിൽ പ്രത്യക്ഷപ്പെട്ടു. ഭീമൻ ശക്തമായി എതിരിട്ടപ്പോൾ ഭീമന്റെ മുമ്പിൽ നിന്ന് പിൻവാങ്ങാൻ ഒരുമ്പെട്ട അലംബുഷന്റെ മുന്നിൽ ഘടോൽക്കജൻ എത്തി. അലംബുഷനെ വിട്ടില്ല. അവരിരുവരും മായായുദ്ധത്തിൽ പ്രവീണരായിരുന്നു. അതായത് ഘടോൽക്കജനും രാക്ഷസ സ്ത്രീയിലുണ്ടായ മകനാണ് ഭീമന്. അപ്പോ അലംബുഷനെ പോലെ തന്നെ മായാജാലങ്ങൾ കാണിക്കാൻ ഘടോൽക്കജനും കഴിഞ്ഞു. ഘടോൽക്കരൻ തേരിൽ നിന്ന് ചാടി ഇറങ്ങി അലംബുഷന്റെ തേരിൽ ചാടിക്കയറി അവനെ എടുത്ത് ആകാശത്തേക്ക് പൊക്കി 4 പ്രാവശ്യം വട്ടം കറക്കി. അവനെയും കൊണ്ട് തേരിൽ നിന്ന് ചാടി ഇറങ്ങി ഒരു വലിയ പാറമേൽ അടിച്ചു കൊന്നു. മല പോലെയുള്ള രാക്ഷസന്റെ ശരീരം കണ്ട് കൗരവപ്പട ഭീതരായി. അപ്പം അലംബുഷൻ എന്ന് പറയുന്ന രാക്ഷസനെയും പാണ്ഡവരിൽ ഘടോൽക്കജൻ കൊന്നു. അർജുനന്റെ വിവരം അറിയുന്നതിനും അവനെ സഹായിക്കാനുമായി നിയോഗിക്കപ്പെട്ട സാത്യകിയുടെ രഥം കൗരവപ്പടയുടെ മധ്യത്തിലേക്ക് നീങ്ങി. സാത്യകി ചെന്നുവിട്ടത് കൃതവർമാവിന്റെ മുന്നിലായിരുന്നു. അവിടെ വലിയ ഒരു യുദ്ധം നടന്നു. എന്നാൽ കൗരവപ്പടയുടെ മുമ്പിൽ യുധിഷ്ഠിരനും ഭീമനും ചേർന്ന് ആക്രമണം നടത്തുന്നതറിഞ്ഞ് കൃതവർമാവ് സാത്യകിയെ വിട്ട് അങ്ങോട്ട് ചെന്നു. പിന്നീട് സാത്യകിയെ എതിർത്തത് മഗധ രാജാവായ ജലസന്ധനായിരുന്നു. ജലസന്ധൻ ശക്തനായ ഒരു ആനയുടെ പുറത്തു കയറി ശൈലേയനോട്, ശൈലേയൻ എന്ന് പറഞ്ഞാൽ ശീനീപുത്രൻ സാത്യകി തന്നെയാണ്, സാത്യകിയുമായി യുദ്ധം തുടങ്ങി. ജലസന്ധൻ വലിയ പോരാളിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഒരു അമ്പു പോലും സാത്യകിയുടെ ശരീരത്തിൽ കൊണ്ടില്ല. എന്നാൽ സാത്യകിയുടെ ചില അസ്ത്രങ്ങൾ ജലസന്ധന്റെ ദേഹത്ത് കൊള്ളാനിടയായി. അവനും ക്രോധം ആളിക്കത്തി. അവൻ സാത്യകിയുടെ വില്ല് മുറിച്ചു. മറ്റൊരു വില്ല് എടുക്കുന്നതിന് മുമ്പ് തന്നെ ജലസന്ധൻ ഒരമ്പു കൂടി അയച്ചു. അത് സാത്യകിയുടെ ഇടത് കൈയിൽ കൊണ്ടു. അതോടെ ശീനിപുത്രൻ അന്തകനായി മാറി. ജലസന്ധൻ അയച്ച ബാണങ്ങളെ തടുത്തുകൊണ്ട് തിരിച്ചു ബാണങ്ങൾ അയച്ചു. അവ മഗധന്റെ 2 കൈകളെയും മുറിച്ചിട്ടു. 3-മത്തെ അമ്പുകൊണ്ട് കണ്ഠവും മുറിച്ചു. ജലസന്ധന്റെ കബന്ധം താഴെ വീണപ്പോൾ അവന്റെ ആന വിരണ്ടോടി. അപ്പൊ സാത്യകി ജലസന്ധനെ വധിച്ചു. സാത്യകിയുടെ രഥം മുന്നോട്ടു നീങ്ങി. ശൈലേയന്റെ ജൈത്രയാത്ര അവസാനിപ്പിച്ചില്ലെങ്കിൽ അവൻ അർജുനനോട് ചേർന്ന് ജയദ്രഥനെ നിഷ്പ്രയാസം വധിക്കുമെന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ അനുയായികളോടുകൂടി സാത്യകിയോട് ഏറ്റുമുട്ടാൻ പാഞ്ഞു വന്നു. ദ്രോണരും കൃതവർമാവും കൂടി വന്ന് സാത്യകിയുടെ പിൻഭാഗത്ത് നിലയുറപ്പിച്ചു. മുൻഭാഗത്ത് ദുര്യോധനൻ, വശങ്ങളിൽ തിങ്ങി നിൽക്കുന്ന സൈന്യങ്ങൾ. ഒരേ സമയത്ത് ഇവരോടെല്ലാം യുദ്ധം ചെയ്യേണ്ട സാഹചര്യം സാത്യകിക്കുണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ സാരഥിയായ ദാരുകന്റെ അനുജനായിരുന്നു സാത്യകിയുടെ സാരഥി. തേർതെളിക്കുന്നതിൽ അസാമാന്യ പാടവം അവനുണ്ടായിരുന്നു. ഒരേ സമയം 4 ദിക്കിലേക്കും രഥം വട്ടം ചുറ്റിച്ച് സാത്യകിക്ക് യുദ്ധം ചെയ്യാനുള്ള സന്ദർഭം ആ സാരഥി ഉണ്ടാക്കിയിരുന്നു. ദുശാസനൻ, ദുർമർഷണൻ, ദുസ്സഖൻ, ദുർമുഖൻ, വികർണൻ തുടങ്ങിയ മഹാരഥന്മാരാണ് ദുര്യോധനന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. സാത്യകി ഇവരെ എല്ലാം തോൽപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. പിന്നീട് ഭീമനും ദ്രോണരും തമ്മിൽ കഠിനമായ യുദ്ധമുണ്ടായി. അതിനുശേഷം ക്ഷീണിതനായ ഭീമനും പാണ്ഡവരും അവിടെ നിന്ന് പിന്മാറി. കുറെ ദൂരം പോയപ്പോൾ ഭീമൻ സാത്യകിയെ കണ്ടു. കുറെ ദൂരം മുന്നിലായി കൃഷ്ണാർജുനന്മാരെയും കണ്ടു. സന്തോഷം കൊണ്ട് മതിമറന്ന ഭീമൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. ഭീമന്റെ അട്ടഹാസം കേട്ടപ്പോൾ കർണന് കലി കയറി. അവൻ ഭീമനോട് എതിരിടാൻ ചെന്നു. ഭീമന്റെ 2 ബാണങ്ങൾ കർണന്റെ മേൽ തറച്ചു കയറി. അവൻ അല്പം ക്ഷീണമുണ്ടായ എങ്കിലും കർണൻ ഭീമന്റെ നേരെ അമ്പുകൾ എയ്തുകൊണ്ടിരുന്നു. ഭീമൻ ക്ഷണനേരം കൊണ്ട് കർണന്റെ വില്ലു മുറിച്ചു. സൂതനെയും കുതിരകളെയും കൊന്നു. തേർ തകർത്തു. തേരും ആയുധങ്ങളും നഷ്ടപ്പെട്ട കർണൻ വൃഷസേനന്റെ തേരിൽ കയറി രക്ഷപ്പെട്ടു. കർണൻ പോയ ശേഷം തന്റെ അനുജന്മാരായ ദുർമർഷണൻ, ദുസ്സഹൻ, ദുർമദൻ, ദുർധരൻ, ജയൻ എന്നീ 5 സഹോദരങ്ങളെ ഭീമനോട് എതിർക്കാൻ ദുര്യോധനൻ പറഞ്ഞുവിട്ടു. ദുര്യോധന സഹോദരന്മാരുടെ അമ്പുകൾക്ക് ഭീമനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒട്ടും താമസിക്കാതെ 5 പേരെയും ഭീമൻ വധിച്ചു. ഇതറിഞ്ഞ ദുര്യോധനൻ ചിത്രൻ, ഉപചിത്രൻ, ചിത്രാക്ഷൻ, ചാരുമിത്രൻ, ചിത്രായുധൻ, ചിത്രവർമാവ്, ശരാധരൻ എന്നിങ്ങനെ 7 സഹോദരന്മാരെ ഭീമനോട് ഏറ്റുമുട്ടാൻ നിയോഗിച്ചു. അക്കൂട്ടത്തിൽ വികർണനും ഉണ്ടായിരുന്നു. അവരെ എല്ലാം ഭീമൻ വധിച്ചു. എന്നാൽ
വികർണനെ കൊല്ലേണ്ടി വന്നതിൽ ഭീമന് വ്യസനം തോന്നാതിരുന്നില്ല. കാരണം ദ്രൗപദിയെ കൗരവ സഭയിൽ കൊണ്ടുവന്ന് അധിക്ഷേപിച്ചപ്പോൾ കൗരവരുടെ ദുഷ്പ്രവർത്തികൾക്കെതിരായി ശബ്ദിച്ചത് നല്ലവനായ വികർണനായിരുന്നു. അങ്ങനെയുള്ള വികർണനെയും ഭീമന് കൊല്ലേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് വളരെ വ്യസനമുണ്ടായിരുന്നു. ദുര്യോധന സഹോദരന്മാരുടെ ജഡം കണ്ടപ്പോൾ കർണനും വളരെ ദുഃഖമുണ്ടായി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവന് പൊട്ടിക്കരയണമെന്ന് തോന്നി. എന്നാൽ ശത്രുവിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നതിന്റെ ജാള്യത ഓർത്തവൻ സ്വയം നിയന്ത്രിച്ചു. കർണനെ വീണ്ടും കണ്ടപ്പോൾ ഭീമൻ അട്ടഹാസം മുഴക്കി അവനെ പോരിന് വിളിച്ചു. കർണൻ ക്രോധത്താൽ സ്വയം മറന്നു. അത്യന്തം വാശിയോടെ ഭീമനോട് ഏറ്റുമുട്ടി. അന്തകനെ പോലെ നിന്ന ഭീമൻ കർണന്റെ മേൽ ബാണങ്ങൾ വർഷിച്ച് അവനെ വട്ടം കറക്കി. രണ്ടുപേരുടെ ശരീരത്തിൽ ബാണങ്ങൾ തറയ്ക്കുകയും ചോര ഒലിക്കുകയും ചെയ്തു. എങ്കിലും കർണനാണ് താരതമ്യേന കൂടുതൽ ക്ഷീണം ബാധിച്ചത്. ഇത് കണ്ട് ദുര്യോധനൻ വിളിച്ചു പറഞ്ഞു, അതാ കർണൻ വിഷമിക്കുന്നു. ആരെങ്കിലും വേഗത്തിൽ പോയി കർണനെ ഭീമന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവിൻ. ദുര്യോധന സഹോദരന്മാരുടെ വധം കർണനെ അപ്പാടെ തളർത്തിയിരുന്നു. പാണ്ഡവരെ എല്ലാം ഒന്നൊന്നായി കൊന്നൊടുക്കുമെന്ന് സത്യം ചെയ്തതിന് ഒറ്റ പാണ്ഡവരെയും കൊല്ലാൻ കഴിഞ്ഞില്ല. അതേസമയം തന്റെ സഹോദരന്മാരായി കരുതിയിരുന്ന ദുര്യോധന സഹോദരന്മാരിൽ 31 പേരെ താൻ നോക്കി നിൽക്കെ ഭീമൻ കൊന്നിരിക്കുന്നു. അവരെ രക്ഷിക്കുന്നതിന് തന്നെ കൊണ്ട് ഒന്നും ചെയ്യാനായില്ല. വർദ്ധിച്ച ക്രോധത്തോടെ കർണൻ ഭീമനെ എതിരിട്ടു. ഭീമന്റെ വില്ല് മുറിച്ചു, കുതിരകളെ കൊന്നു, സൂതനെ കൊന്നു, ആയുധങ്ങളെല്ലാം തകർത്തു. ഭീമനെ കൊല്ലണമെന്ന വാശിയോടെ കർണൻ ഒരമ്പെടുത്ത് വില്ലിന്മേൽ തൊടുത്തു. പെട്ടെന്ന് കർണന്റെ മനസ്സ് പിടഞ്ഞു. അമ്മയോട് ചെയ്ത ശപഥം മിന്നൽ പിണർ പോലെ മിന്നി. അർജുനനെ അല്ലാതെ അമ്മയുടെ മറ്റു മക്കളെ ഒന്നും ഞാൻ കൊല്ലുകയില്ല. കൊലച്ച വില്ലിൽ തൊടുത്ത അമ്പ് അലക്ഷ്യമായി എയ്യുകയാണ് കർണൻ ചെയ്തത്. കർണൻ കുന്തിദേവിയോട് ചെയ്ത ശപഥം പാലിച്ചു. നിരായുധനായി തറയിൽ നിന്ന ഭീമൻ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് കർണന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. കർണൻ അതെല്ലാം ലാഘവത്തോടെ തടുത്തുകൊണ്ട് ഭീമനെ പരിഹസിച്ചു. എടാ പൊണ്ണത്തടിയാ, ഈ ഊഷാൻ താടിക്കാരാ, തിന്നാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. മേലിൽ പൗരുഷശാലികളുടെ അടുത്ത് വരരുത്. വല്ല അടുക്കളപ്പണിയും പോയി ചെയ്ത് നല്ലതുപോലെ തിന്നുകയും ചെയ്യും. ഭീമൻ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് പറഞ്ഞു, സൂതപുത്ര, ചുണയുണ്ടെങ്കിൽ തേരിൽ നിന്ന് താഴെ ഇറങ്ങി വാ. കീചകനെ കശക്കിയതുപോലെ നിന്നെയും ഞാൻ കൊല്ലും. കർണൻ അതിന് വഴങ്ങിയില്ല. വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ. കർണനും ഭീമനും കൂടിയുള്ള സംഘട്ടനം കഴിഞ്ഞ് കർണൻ ഭീമനെ പരിഹസിക്കുന്നത് ദൂരെ നിന്ന് കണ്ട കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, അതാ കർണൻ ഭീമനെ പീഡിപ്പിക്കുന്നു. ഉടനെ ഗാന്ധീവത്തിൽ നിന്നുള്ള അമ്പുകൾ കർണന്റെ മേൽ പതിക്കാൻ തുടങ്ങി. ഭീമനെ തോൽപ്പിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി കർണൻ അവിടെ നിന്ന് പിൻവാങ്ങി. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം.